വൈറ്റ് ഹൌസ് ചുട്ടരിക്കുമെന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീഷണി. ഫ്രാൻസിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പുതിയ വീഡിയോ സന്ദേശം. വാർത്തയുടെ മറ്റ് സമഗ്രമായ വിവരങ്ങൾ നൽകാൻ ന്യൂസ് റൂമിൽ നിന്ന് സിജു സുഗതൻ ചേരുന്നുണ്ട്. സിജു, ഫ്രാൻസിൽ ഏറ്റവും വലിയ ആക്രമണം നടത്തിയതിനു ശേഷം ഈ അടുത്ത ദിവസം പോലും ഇനി ന്യൂയോർക്കാണ് തങ്ങളുടെ ലക്ഷ്യം എന്നായിരുന്നു ഐസിസ് പറഞ്ഞിരുന്നത്. നിലവിൽ എന്താണ് ഈ വീഡിയോ സന്ദേശത്തിലുള്ളത്? അരുൺ, IS പുറത്തുവിട്ട ഏറ്റവും പുതിയ വീഡിയോയിലാണ് ഈ വാഷിംഗ്ടൺ DC-യെയും അതോടൊപ്പം തന്നെ വൈറ്റ് ഹൗസിനെ ചുട്ടരിക്കും എന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ പ്രസ്താവനയുമായി ഭീഷണിയുമായി IS രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നവംബർ 13 ഫ്രാൻസിൽ നടന്ന ഭീകരാക്രമണത്തിൽ 129 പേരാണ് കൊല്ലപ്പെട്ടത്. അതിന്റെ സൂത്രധാരനായ അബ്ദോദിനെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഫ്രാൻസിലെ പോലീസ് സേന കൊലപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർച്ചയായിട്ടാണ് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഫ്രാൻസ് ആക്രമണത്തിന് ശേഷം തന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ IS വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരുന്നു. അതായത് വാഷിംഗ്ടൺ DC ആണ് അടുത്ത തങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ IS-ന്റേത് തന്നെ, അതായത് പ്രൊഫഷണലി ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ദിജ്ല എന്ന് പറയുന്ന ബാഗ്ദാദിന് വടക്ക് ഭാഗത്തുള്ള ദിജ്ല എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഷൂട്ട് ചെയ്തെന്ന് കരുതപ്പെടുന്ന വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട്, അതായത് നീണ്ട താടിയുള്ള ഒരു ആൾ സംസാരിക്കുകയാണ്. അതായത് വൈറ്റ് ഹൗസ് ആദ്യം ഞങ്ങളുടെ ആക്രമണ പദ്ധതി ഫ്രാൻസിൽ തുടങ്ങിക്കഴിഞ്ഞു, പാരീസിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിന് തുടർച്ചയായി ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ വൈറ്റ് ഹൗസ് ചുട്ടരിക്കാൻ പോകുന്നു എന്നാണ് വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും IS-ന്റെ ഏറ്റവും ആഗോള നിരീക്ഷകർ, അതായത് ലോക രാഷ്ട്രീയത്തെ സാഗൂതം നിരീക്ഷിക്കുന്ന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ ഇവരുടെ വെറും പറച്ചിലായിരിക്കില്ല. ഇപ്പോൾ തന്നെ IS-ന്റെ ശക്തി കേന്ദ്രങ്ങൾ, അതായത് ഇറാഖിലെയും മൊസൂളിലും അതോടൊപ്പം തന്നെ റക്കയിലും ഉൾപ്പെടെ സിറിയയിലും മറ്റു പ്രദേശങ്ങളിലും IS-ന് സ്വാധീനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇവർ കൂടുതൽ പാശ്ചാത്യ ശക്തികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അവരുടെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ ആക്രമിക്കാനുള്ള ലക്ഷ്യമാണ്. അത്തരത്തിലുള്ള ഒരു ആക്രമണ ആസൂത്രണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ലോക നിരീക്ഷകർ തന്നെ പറയുന്നത്. അത്തരത്തിലുള്ള വിലയിരുത്തൽ വരുമ്പോൾ സ്വാഭാവികമായും വൈറ്റ് ഹൗസിനെ ആക്രമിക്കും, വൈറ്റ് ഹൗസിനെ ചുട്ടരിക്കും എന്ന് പറയുന്നത് ഒരു വെറും പറച്ചിലായി കാണാൻ കഴിയില്ല. നേരത്തെ തന്നെ ഫ്രാൻസിൽ ആക്രമിക്കുന്ന ഫ്രാൻസുമായി ബന്ധപ്പെട്ട് പാരീസ് ആക്രമണത്തിന് നാളുകൾക്ക് മുമ്പ് തന്നെ അവിടെയുള്ള ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന മാസികയെ ആക്രമിച്ചുകൊണ്ടാണ് അവർ ഫ്രാൻസിനെ ലക്ഷ്യം വെക്കുന്നുവെന്ന് സൂചന നൽകിയിരുന്നു. അതിന് ചുവടുപടിയായിട്ടുണ്ട്. കാരണം ഫ്രാൻസിലെ ഇക്കാര്യത്തിൽ തന്നെ ഫ്രാൻസിലെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ഇത്തരത്തിൽ വളരെ പിഴവ് പറ്റിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായ സൂചനകൾ ആദ്യം IS നൽകുന്നു, അതിന് പിന്നാലെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ, പിന്നീട് വലിയൊരു ആക്രമണം. ഇത് തന്നെയാണ് IS കുറച്ചു കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിറിയയിലടക്കം IS-നെതിരെ ആക്രമണം നടത്തുന്ന ഫ്രാൻസിനെയും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണ രീതിയാണ് ഇപ്പോൾ IS നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാശ്ചാത്യ ശക്തികൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇറാഖിൽ നടത്തിയ അധിനിവേശവും അതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്ത കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലത്തെ അനുഭവങ്ങൾ, അതിൽ നിന്നുണ്ടായ തീവ്രവാദത്തിന്റെ ആ തീവ്രവാദം, ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുത്തപ്പെട്ടതിന്റെ സാഹചര്യം പരിശോധിക്കപ്പെട്ടതുണ്ട്. ഏതായാലും നമുക്കറിയാം, ലോകരാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള നാറ്റോയ്ക്ക് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ നാറ്റോ ഉൾപ്പെട്ട രാജ്യങ്ങളെയാണ് ഇപ്പോൾ IS ആക്രമണത്തിന് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഫ്രാൻസ് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് സിറിയയിലെ IS-നെതിരെ എടുത്തിരുന്ന നടപടികൾ, വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിരുന്ന നടപടികളാണ് IS-നെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഫ്രാൻസിന് ശേഷം അവരുടെ IS-ന്റെ ടാർഗറ്റ് അമേരിക്ക തന്നെയായിരിക്കും. ഇതിനുള്ള സൂചനകൾ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിലെ കഴിഞ്ഞ ദിവസം നടന്ന നവംബർ 13 നടന്ന വളരെ വലിയ ആക്രമണത്തിന് മുൻപ് തന്നെ, അതായത് ഏകദേശം 6 മാസം മുമ്പ് തന്നെ ഒരു സൂചന അവർ നൽകിയിരുന്നു. ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന പ്രവാചകനെ അപമാനിച്ച എന്ന തരത്തിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിലാണ് ഷാർലി ഹെബ്ദോ മാസികയിലെ 12ഓളം പേരെ അതിന്റെ എഡിറ്റർ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വൈറ്റ് ഹൗസിനെ ചുട്ടരിക്കുമെന്ന് പറയുന്ന IS-ന്റെ ഈ വാക്കിനെ വെറുതായി തള്ളിക്കളയേണ്ടതില്ല. നമുക്കറിയാം, ഇത് ഇവരുടെ റക്കയിൽ തന്നെയുള്ള മീഡിയ സെന്റർ ഉണ്ട്, അവരുടെ അൽ ഹയത്ത് മീഡിയ സെന്റർ എന്ന് പറയാം. ലോകത്തെമ്പാടുമുള്ള ഇത്തരത്തിൽ IS-ന്റെ വീഡിയോ ഫുട്ടേജ് തയ്യാറാക്കുന്നത് ഈ അൽ ഹയത്ത് മീഡിയ സെന്ററിൽ നിന്നാണ്. അൽ ഹയത്ത് മീഡിയ സെന്ററിന്റെ നിർദ്ദേശപ്രകാരം ബാഗ്ദാദിന് വടക്ക് ഭാഗത്തുള്ള ദിജ്ല എന്ന് പറയുന്ന IS അധീന പ്രദേശത്തു നിന്നാണ് ഈ ദൃശ്യം ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറയാൻ കഴിയുന്നത്. ഏതായാലും അമേരിക്കയ്ക്ക് ഒരു വലിയ താക്കീത്, ഒരു ഭീഷണി തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയത്തിൽ എന്തുതരം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് വിലയിരുത്തേണ്ടത്. നമുക്കറിയാം, 2011 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ലോകം എത്രത്തോളം മാറ്റിമറിക്കപ്പെട്ടുവോ അതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൈറ്റ് ഹൗസ് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ്. ഔദ്യോഗിക വസതിക്ക് നേരെയുള്ള ഒരു ആക്രമണത്തെ അമേരിക്ക ഏത് തരത്തിലൊക്കെ പ്രതിരോധിക്കും, അത് ലോകരാഷ്ട്രങ്ങളിൽ മറ്റെന്ത് തരം പ്രതിഫലമാണ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.